ഫിഫ ലോകകപ്പ് 2026 റൗണ്ട് 32 കേപ്പ് വെർദെ 3-2 തോൽപ്പിച്ച് അർജന്റീന. അവസാന സമയം വരെ പൊരുതി കേപ്പ് വെർദെ എക്സ്ട്രാ ടൈമിലാണ് തോൽവി സമ്മതിച്ചത്. സൂപ്പർ താരം ലയണൽ മെസ്സി ഗോളടിച്ചും അടുപ്പിച്ചും മികവ് കാട്ടിയ മത്സരത്തിൽ കേപ്പ് വെർദെക്ക് ജയിക്കാനുള്ള ഭാഗ്യം ഉണ്ടായില്ല. എങ്കിലും ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും മികച്ച പോരാട്ടങ്ങളിലൊന്നായി ഈ മത്സരത്തെ വാഴ്ത്തപ്പെടുമെന്ന കാര്യം ഉറപ്പാണ്. 4-4-2 ഫോർമേഷനിൽ ഇറങ്ങിയ അർജന്റീനയെ 4-1-4-1 ഫോർമേഷനിലാണ് കേപ്പ് വെർദെ നേരിട്ടത്. പ്രതിരോധത്തിൽ കരുത്ത് കാട്ടിയതോടൊപ്പം ആക്രമണത്തിലും ഭേദപ്പെട്ട് നിൽക്കാൻ കേപ്പ് വെർദെക്ക് സാധിച്ചു. 7-ാം മിനിറ്റിൽ കേപ്പ് വെർദെയുടെ റയാൻ മെൻഡിസിന്റെ മുന്നേറ്റം പ്രതിരോധം തടുത്തു. 14-ാം മിനിറ്റിൽ ലയണൽ മെസ്സിയുടെ മുന്നേറ്റം ഉണ്ടായി. ബോക്സിനുള്ളിൽ നിന്നുള്ള മെസ്സിയുടെ ദുർബല ഷോട്ട് പുറത്തേക്ക് പോയി. 18-ാം മിനിറ്റിൽ ബോക്സിന് പുറത്തുനിന്ന് അർജന്റീനയ്ക്ക് അനുകൂലമായി ഫ്രീ കിക്കെടുത്ത ലയണൽ മെസ്സിയുടെ ഷോട്ട് കേപ്പ് വെർദെ ഗോളി വോസിഞ്ഞോ അനായാസം കയ്യിലൊതുക്കി. തൊട്ടടുത്ത മിനിറ്റിലും അർജന്റീനയുടെ മുന്നേറ്റം കണ്ടു. മൊളീനയുടെ പാസിൽ നിന്ന് മെസ്സിയുടെ ഷോട്ട് വോസിഞ്ഞോ വീണ്ടും തടഞ്ഞു. 4 താരങ്ങൾ കേപ്പ് വെർദെ പ്രതിരോധത്തിൽ കോട്ട കിട്ടിയത് അർജന്റീനയ്ക്ക് കനത്ത വെല്ലുവിളിയായിരുന്നു. 25-ാം മിനിറ്റിൽ ഡീപോൾ ബോക്സിലേക്ക് നൽകിയ പാസ് കേപ്പ് വെർദെ പ്രതിരോധത്തിൽ തട്ടി തകർന്നു. ഒരു ഭാഗത്ത് ആക്രമണവും മറുഭാഗത്ത് പ്രതിരോധവും തുടരുമ്പോൾ 28-ാം മിനിറ്റിൽ അർജന്റീന ലീഡെടുത്തു. ലയണൽ മെസ്സിയുടെ ഗോളിലാണ് അർജന്റീന മുന്നിലെത്തിയത്. മധ്യത്തിൽ നിന്ന് ലിസാൻഡ്രോ മാർട്ടിനസിന്റെ ലോങ് പാസിനെ നിയന്ത്രണത്തിലാക്കി മെസ്സി തൊടുത്ത ഷോട്ട് കേപ്പ് വെർദെ പ്രതിരോധത്തിനും ഗോളി വോസിഞ്ഞോയ്ക്കും മറികടന്ന് വലയിലേക്ക് എത്തുകയായിരുന്നു. 32-ാം മിനിറ്റിൽ അർജന്റീനയുടെ മുന്നേറ്റം വീണ്ടും കണ്ടു. പക്ഷേ കേപ്പ് വെർദെ പ്രതിരോധം അത് തടുത്തു. ഇതിനിടെ 37-ാം മിനിറ്റിൽ കേപ്പ് വെർദെയുടെ മുന്നേറ്റവും കാണാനായി. സ്റ്റീഫൻ മൊറേറയുടെ ലോങ് ഷോട്ട് പോസ്റ്റിന് മുകളിലൂടെ പോയി. 45-ാം മിനിറ്റിൽ ഇൻസോ ഫെർണാണ്ടസിലൂടെ അർജന്റീനയുടെ മുന്നേറ്റം. എന്നാൽ ഷോട്ട് വോസിഞ്ഞോ തടുത്തു. ആദ്യ പകുതിക്ക് വിസിൽ മുഴങ്ങിയപ്പോൾ എതിരില്ലാത്ത ഒരു ഗോളിന്റെ ലീഡ് നിലനിർത്താൻ അർജന്റീനയ്ക്ക് സാധിക്കുകയും ചെയ്തു. 47-ാം മിനിറ്റിൽ കേപ്പ് വെർദെ മുന്നേറ്റം കണ്ടെങ്കിലും അർജന്റീന പ്രതിരോധത്തെ ഭേദിക്കാനായില്ല. 49-ാം മിനിറ്റിൽ കേപ്പ് വെർദെയുടെ ജോവാൻ കാബ്രിലിന്റെ ഷോട്ട് പോസ്റ്റിന് മുകളിലൂടെ കടന്നുപോയി. 52-ാം മിനിറ്റിൽ മെസ്സിയുടെ ലോങ് പാസ് കേപ്പ് വെർദെ ബോക്സിലേക്ക് എത്തുന്നു. എന്നാൽ പന്ത് പിടിച്ചെടുക്കാൻ മൊളീനയ്ക്ക് സാധിക്കാതെ പോവുകയും ചെയ്തു. 54-ാം മിനിറ്റിൽ ഡിറോയ് ഡുറോട്ടയുടെ ഷോട്ട് അർജന്റീന ഗോളി എമിലിയാനോ മാർട്ടിനസ് തടുക്കുകയും ചെയ്തു. തുടർച്ചയായി ആക്രമണം നടത്തിയ കേപ്പ് വെർദെ 59-ാം മിനിറ്റിൽ ഗോൾ മടക്കി. റയാൻ മെൻഡിസിന്റെ ഗോളിലാണ് കേപ്പ് വെർദെ സമനില പിടിച്ചത്. പാസുകളിലൂടെയുള്ള കേപ്പ് വെർദെയുടെ മുന്നേറ്റമാണ് ഗോളായി മാറിയത്. 62-ാം മിനിറ്റിൽ മെസ്സിയുടെ മുന്നേറ്റമുണ്ടായി. എന്നാൽ മെസ്സിയുടെ ഷോട്ട് വോസിഞ്ഞോ തടുത്തു. 66-ാം മിനിറ്റിൽ അർജന്റീനയുടെ ശ്രമവും കണ്ടു. എന്നാൽ എൻസോ ഫെർണാണ്ടസിന്റെ ശ്രമം ലക്ഷ്യത്തേയിലേക്ക് എത്താനായില്ല. 67-ാം മിനിറ്റിൽ ബോക്സിന് പുറത്തു വെച്ച് മെസ്സിയെ ഫൗൾ ചെയ്തതിന് അർജന്റീനയ്ക്ക് ഫ്രീ കിക്ക് ലഭിച്ചു. എന്നാൽ മെസ്സിയുടെ ഫ്രീ കിക്ക് പ്രതിരോധം തടുത്തു. 71-ാം മിനിറ്റിൽ ബോക്സിന് തൊട്ടുപുറത്ത് മെസ്സിയെ വീഴ്ത്തിയതിന് വീണ്ടും അർജന്റീനയ്ക്ക് ഫ്രീ കിക്ക് ലഭിച്ചു. മെസ്സിയുടെ പോസ്റ്റിലേക്കുള്ള ഷോട്ട് വോസിഞ്ഞോ മനോഹരമായി സേവ് ചെയ്തു. 77-ാം മിനിറ്റിൽ കേപ്പ് വെർദെക്ക് അനുകൂലമായി ഫ്രീ കിക്ക്. കെവിൻ ലെനീനിയുടെ ഷോട്ട് പോസ്റ്റിന് പുറത്തേക്ക് പോയി. 80-ാം മിനിറ്റിൽ അർജന്റീനയുടെ ശ്രമം പ്രതിരോധം തകർക്കുകയും ചെയ്തു. 86-ാം മിനിറ്റിൽ മക്കലിസ്റ്ററിന്റെ ഷോട്ട് പോസ്റ്റിന് മുകളിലൂടെ പുറത്തേക്ക് പാഞ്ഞു. 87-ാം മിനിറ്റിലെ മെസ്സിയുടെ കോർണർ വോസിഞ്ഞോ തട്ടിയകറ്റുകയും ചെയ്തു. ഇഞ്ചുറി ടൈമിന്റെ 3-ാം മിനിറ്റിൽ ബോക്സിന് പുറത്തു വെച്ച് മെസ്സിയെ വീഴ്ത്തിയതിന് അർജന്റീനയ്ക്ക് ഫ്രീ കിക്ക് ലഭിച്ചു. എന്നാൽ മെസ്സിയുടെ ഷോട്ട് വോസിഞ്ഞോ തടുത്തു. നിശ്ചിത സമയം പൂർത്തിയാകുമ്പോൾ ഇരു ടീമും 1-1 സമനില പങ്കിട്ടതോടെ മത്സരം എക്സ്ട്രാ ടൈമിലേക്ക് എത്തി. 93-ാം മിനിറ്റിൽ അർജന്റീനയ്ക്ക് ലീഡ് നേടാനായി. കോർണറിൽ നിന്ന് മെസ്സി ബോക്സിലേക്ക് നൽകിയ ക്രോസിനെ ലിസാൻഡ്രോ മാർട്ടിനസ് വലയിലേക്ക് എത്തിക്കുകയായിരുന്നു. കേപ്പ് വെർദെയുടെ പ്രതിരോധത്തിലെ വീഴ്ചയിൽ നിന്നാണ് ഈ ഗോൾ പിറന്നത്. തിരിച്ചടിക്കാൻ കിടഞ്ഞ് ശ്രമിച്ചെങ്കിലും കേപ്പ് വെർദെ 103-ാം മിനിറ്റിൽ സമനില പിടിച്ചു. സിഡ്നി ലോപ്പസ് കാർബലിന്റെ കെർവിംഗ് ഷോട്ട് ഇലിയാനോ മാർട്ടിനസിനെയും മറികടന്ന് അർജന്റീന പോസ്റ്റിലേക്ക് എത്തി. ഇതോടെ 2-2 എന്ന സമനിലയിലേക്ക് മത്സരമെത്തി. 105-ാം മിനിറ്റിൽ മെസ്സിയുടെ ഷോട്ട് വോസിഞ്ഞോ തടുത്തു. 11-ാം മിനിറ്റിൽ അർജന്റീന ലീഡ് എടുക്കുകയും ചെയ്തു.
കോർണർ കിക്ക് എടുത്ത മെസ്സി പന്ത് ബോക്സിലേക്ക് നൽകിയപ്പോൾ ക്രിസ്റ്റ്യൻ റൊമേറോയുടെ ഹെഡർ ഗോളിൽ അർജന്റീന മുന്നിലെത്തി. എന്നാൽ ഇത് ബൊർജസിന്റെ തലയിൽ കൊണ്ടാണ് ബോക്സിൽ കയറിയത് എന്നതിനാൽ സെൽഫ് ഗോൾ വിവരിക്കപ്പെട്ടു. പിന്നീട് ഗോൾ മടക്കാൻ കേപ്പ് വെർദെക്ക് സാധിക്കാതെ പോയതോടെ അർജന്റീനയ്ക്ക് 3-2 ത്രില്ലിംഗ് ജയം നേടാനായി. ഇതിനിടെ തുടർച്ചയായി 4-ാം മത്സരത്തിലും ഗോൾ നേടിയ ലയണൽ മെസ്സി ഈ ലോകകപ്പിലെ 7ാം ഗോളാണ് അക്കൗണ്ടിൽ ചേർത്തത്. ഫിഫ ലോകകപ്പിലെ മെസ്സിയുടെ 20ാം ഗോൾ കൂടിയാണ് കേപ്പ് വെർദെക്കെതിരെ പിറന്നത്. ഈ മത്സരത്തിലൂടെ ചില വമ്പൻ റെക്കോർഡുകളും മെസ്സി നേടിയെടുത്തിട്ടുണ്ട്. ഇത് എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം. ഗോളടിച്ചും അടുപ്പിച്ചും ലോകകപ്പ് നോക്കൗട്ടിൽ 12 ഗോളുകൾക്കാണ് മെസ്സി കാരണക്കാരനായത്. 11 ഗോളുകൾക്ക് അവസരം സൃഷ്ടിച്ച പെലെയെയും എംബാപ്പയെയും മെസ്സി പിന്നിലാക്കി. ലോകകപ്പിലെ തുടർച്ചയായ 8ാം മത്സരത്തിലാണ് മെസ്സി വല കുലുക്കിയത്. മറ്റൊരു താരത്തിനും അവകാശപ്പെടാനാവാത്ത നേട്ടമാണിത്. ഖത്തറിൽ അർജന്റീനയെ കിരീടത്തിലേക്ക് നയിച്ച മെസ്സി ഇത്തവണ ഹാട്രിക് ഗോളുകൂടിയാണ് വരവറിയിച്ചത്. കൂടാതെ ലോകകപ്പിൽ 14 വ്യത്യസ്ത ടീമുകൾക്കെതിരെ ഗോളുകൾ നേടുന്ന താരമാവുകയും ചെയ്തു. മറ്റൊരു താരത്തിനും ഈ നേട്ടം അവകാശപ്പെടാൻ സാധിക്കില്ല. മിറോസ്ലാവ് ക്ലോസെ, റൊണാൾഡോ നാസറിയോ എന്നിവർ 10 വ്യത്യസ്ത ടീമുകൾക്കെതിരെ ഗോൾ നേടിയിട്ടുണ്ട്. ഫിഫ ലോകകപ്പിൻ്റെ ചരിത്രത്തിൽ 20 ഗോളുകൾ പൂർത്തിയാക്കുന്ന ആദ്യത്തെ താരമായി മാറാനും മെസ്സിക്ക് സാധിച്ചു. 30 മത്സരത്തിൽ നിന്നാണ് മെസ്സി ഈ ഗോളുകൾ സ്വന്തമാക്കിയത്. എന്നാൽ മെസ്സിയുടെ ഈ റെക്കോർഡിന് തൊട്ടു പിന്നാലെ ഫ്രഞ്ച് നായകൻ കെലിയൻ എംബാപ്പയുണ്ട്. 18 മത്സരങ്ങളിൽ നിന്ന് 18 ഗോളുകൾ 3 ലോകകപ്പിലൂടെ എംബാപ്പെ സ്വന്തമാക്കി കഴിഞ്ഞു. ഈ ലോകകപ്പിലൂടെ തന്നെ മെസ്സിയുടെ റെക്കോർഡ് എംബാപ്പെ മറികടക്കുമോ എന്നാണ് കണ്ടറിയേണ്ടത്. ജർമ്മൻ മുൻ ഇതിഹാസം മിറോസ്ലാവ് ക്ലോസെ 24 മത്സരത്തിൽ നിന്ന് 16 ഗോളുകളോടെ ഈ റെക്കോർഡിന് 3ാം സ്ഥാനത്തുണ്ട്.